വരുന്ന ഒന്നെങ്കിൽ ഓട്ടോ അല്ലെങ്കിൽ ഇട് അല്ലെങ്കിൽ പുട്ട് അല്ലെങ്കിൽ ദോശ ഇത് 4 അകലം ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ. മനുഷ്യനെ ഉണ്ടാക്കി എന്നാലും ഒരു എന്തോ അമ്മയ്ക്ക് വേറെ ഒന്നും ഉണ്ടാക്കാറില്ല. ഓട്ടോട ഇഡലി ദോശ പുട്ട് ഓട്ടോട ഇഡലി ദോശ ഇത് തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇത് എങ്ങനെ കഴിപ്പിത് മനുഷ്യനെ എങ്ങനെയാണ് ഉണ്ടാക്കി തരുന്നത്? ഇത് കിട്ടാതെ ദോശ അമ്മനെ കഴിച്ചു ചോറ് പ്രശ്നം. എന്തോ പ്രശ്നം? ഞാനേ ആ വണ്ടി തുറന്നുകൊണ്ടപ്പോ ഞാൻ ഇതെല്ലാം കേട്ടോണ്ടതാ. പ്രശ്നം എന്തോ നിങ്ങൾ മോനോട് ചോദിക്കരുത്. അവൻ ഒരു ദിവസം ഇഡലി വേണ്ട, അവന് പിന്നെ ഓട്ടട ഉണ്ടാക്കി കൊടുത്താൽ വേണ്ട, അവന് അപ്പം വേണ്ട, പുട്ട് വേണ്ട. ഞാൻ ഡെയിലി എന്തുണ്ടാക്കി കൊടുക്കാനാ? നീ എല്ലാവരും ആരോട് തള്ളിക്കേണ്ടി കൊടുക്കുന്ന പ്രശ്നം. ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അവൻ എന്തി അശ്വനെ അശ്വനെ എന്തോ എന്തോത്തിന്റെ കുഴപ്പമുണ്ട് ഇവിടെ? നിന്നെ ഇത്ര സ്നേഹിച്ച് വളർത്തുന്നതാ കുഴപ്പം. അതോടാ കുറവുണ്ടോ ഇവിടെ? എന്താണ് കുറവുണ്ടോ ഇവിടെ? ഒന്നുമില്ല തുഷാരം, ഒന്നുമില്ല. കുറവുണ്ടോ? ചേച്ചി പറഞ്ഞു കുറേ പ്രശ്നം. തുഷാറെ, നീ അയലോട് താമസിക്കുന്നതാണല്ലോ. ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായിട്ട് തുഷാറിന് അറിയാമോ? യവൻ പറയുന്ന സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ പറയും അവൻ അത് വേണോ ഇത് വേണോ അത് വേണം. ഞാൻ അതാത് സമയത്ത് എല്ലാം മേടിച്ച് കൊടുക്കുന്ന ഒരാളാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിനക്ക്? കേട്ടോ, ഇതാണ് നിന്റെ സ്വഭാവം.
ചെറുക്കനെ കാണുന്നില്ലല്ലോ. ജോസേട്ടാ, എന്തുവാടി? കൊച്ചിനെ ഇതുവരെ കാണുന്നില്ലല്ലേ? 1:45 ഇനി എപ്പ വരാനാ? 11 മണിക്ക് വരേണ്ടതാ. ഒന്ന് അവന് വൈകിട്ട് വരെ ക്ലാസ് കാണും. അവനെ ഒന്ന് ഫോണിൽ വിളി. ഞാൻ നീ വിളിച്ചു നോക്കിയായിരുന്നോ? അവന് വൈകിട്ട് വരെ ക്ലാസ് കാണും. അവൻ എവിടെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് അവൻ ക്ലാസ്സിന് കയറി കാണും. അവൻ ഇനി വരും. പേടിയാവുന്നു. ഇത്രയും സമയമായില്ലേ? വരുവടി, വരും. ഒന്ന് തിരക്കിട്ട് വാ. നീ പോയി ബാബു, ഞാൻ മാർക്കറ്റിൽ സാധനം മേടിക്കാൻ പോയത് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, നീ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ അത് നമുക്ക് ആരെങ്കിലും ഒരുത്തനെ ഒപ്പിക്കാമെന്ന്. ടെൻഷൻ അടിക്കാതെ ഇപ്പം നിനക്ക് ചെയ്യാനുള്ള പണികൾ ചെയ്യാം. ഞാൻ ഒരാളെ ഒപ്പിക്കാം. നമ്മുടെ കയ്യിൽ ആരും ഇല്ലല്ലോ. ഒരാൾ വരട്ടെ. ഓക്കെ, ശരി. അപ്പോൾ പിന്നെ സാധനങ്ങളെല്ലാം എൻ്റെ ഉണ്ട്. എല്ലാ സാധനവും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ജോലിക്കാരൻ്റെ കാര്യം നമുക്ക് നോക്കാം. അവിടെ എന്താണ്? അത് ശരി, ഓക്കെ. ഞാൻ വാങ്ങിച്ചിട്ട് അങ്ങോട്ട് വരുവാണേ. എന്ത് ജോലി ചെയ്യാൻ അറിയാം? എന്തെങ്കിലും തന്നേ പറ്റൂ സാർ. ഹോട്ടലിലെ പണി തന്നാ ചെയ്യാം. ഇത് ശീലമില്ല. കുക്കിൻ്റെ കൂടെ ഒക്കെ സഹായിക്കും. എന്തെങ്കിലും ജോലി കിട്ടിയ എനിക്ക് സന്ദർഭത്തിൽ എന്ത് ജോലി കിട്ടിയാലും ഞാൻ ചെയ്യും സാർ. ശരി, കയറും. ബാബുവിനെ ഞാൻ വിളിക്കാം. അല്ലേ വേണ്ട? ബാബുവിനെ അല്ലേ വേണ്ട? അല്ലേ വേണ്ട, അങ്ങോട്ട് പോകും. ഓക്കെ. ജോസേട്ടാ, 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 എന്തുവാടി? കുഞ്ഞിനെ കാണുന്നില്ല. സമയമായി 5:30. നിങ്ങളൊന്ന് തിരക്കോ, ഒന്ന് വിളിക്കോ, സമയം എന്തെങ്കിലും ചെയ്യുപോലെ. എന്റെ ഫോൺ എന്ത് ചെയ്യേ? ജോലിക്ക് ഫോണിൽ കിട നീ. സ്വിച്ച് ഓഫ് വന്നിട്ട് പറയുന്നേ. എനിക്ക് വയ്യ, എന്റെ മോനെ കാണുന്നില്ല. നിങ്ങളടുത്ത് ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞതാ. അയ്യോ എന്റെ പൊന്നെ, ഞാനിപ്പോ എന്തോ വേണമെന്നാ നീ പറയുന്നേ? എന്റെ കുഞ്ഞിവിടെ പോയോ? മിണ്ടാതിരി, നാട്ടുകാര് കേൾക്കും. മിണ്ടാതിരി. ചെയ്യോന്ന് പറ. അയ്യോ എന്റെ കുഞ്ഞിനെ കാണുന്നു. എടി നീ ഒന്ന് നിർത്ത. ഞാൻ എടി അവൻ ഇവിടുന്ന് ദേഷിച്ച ഇവിടുന്ന് ഇറങ്ങിപ്പോയ സ്കൂളിൽ പോയിരിക്കുക. ഞാൻ ബഹളം കേട്ടായിരുന്നു ഭയങ്കരമായിട്ട്. ഞാൻ അപ്പൊ തന്നെ ചോദിക്കാൻ, എടാ നീ കരയാതെ, ഞാൻ പറയാനായിട്ട് എന്ത് പറ്റി, പറ, കാര്യം പറ. കുഞ്ഞു രാവിലെ കെറിച്ച് ഇറങ്ങി പോയതാ. ഇച്ചിരി വഴക്ക് വന്നെന്നും പറഞ്ഞോണ്ട് ഇറങ്ങി പോയതാ. ഈ മനുഷ്യനോട് ഞാൻ 11 മണി തൊട്ട് കിടന്ന് പറയുക അവനെ പോലീസിനെ അറിയിച്ചോ? ജോലി കരയാണ്ടിരിക്കും, നമുക്ക് സമാധാനം ഉണ്ടാക്കുന്നേ. ജോസേ, നീ ആ പോലീസിനെ വിളിക്കുക. എന്റെ ജോലി നീ ഒന്ന് കരയാതിരിക്കുക. അവനിങ്ങ് വരും. അവൻ എവിടെ പോവാനാ? അവൻ ഇവിടെ എവിടെയെങ്കിലും കാണോ? നീ ഞാൻ ഇവിടുത്തെ ബഹളമൊക്കെ കേട്ടായിരുന്നേ. കിട്ടുന്നുണ്ടോ? ഹലോ, സാബു സാറാണോ? ആ സാറേ, ഞാൻ ജോസാണേ. നമ്മുടെ അതെ, ജോസാണ് സാറേ. സാറേ, ഞാനൊരു വിവരം പറയാനാ. സാറേ, ഞാനേ ഒരു വിവരം പറയാനാ വിളിച്ചത്. സാറേ, എനിക്ക് ആ ഒരു മോനെ ഉള്ളെന്നുള്ളത് സാറിന് അറിയാമല്ലോ. അതെ, മറ്റേ നമ്മൾ ദത്തെടുത്ത്. അതെ സാർ. സാറേ, അവൻ ഇന്ന് രാവിലെ ചെറിയൊരു ഭക്ഷണത്തിന്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. അവള് ഈ ഓരോ ദിവസം അവന് ഓരോന്നാ സാറേ കൊടുക്കുന്നത്. അപ്പം രാവിലെ അവന് ഓട്ടട ഉണ്ടായി കൊടുത്തത്. അത് അവൻ പാത്രം വലിച്ചെറിയുകയും അവൻ അനാവശ്യമായിട്ട് സംസാരിക്കുകയും. ഞാൻ ഇച്ചിരി ചൂടായിട്ട് അവനോട് സംസാരിക്കണം. അവൻ അവിടുന്ന് ദേഷ്യത്തിന് ഇറങ്ങിപ്പോയാ സാറേ. ഇന്ന് ഉച്ചയ്ക്കൂടെ വരേണ്ടതാ, പക്ഷെ അവൻ ഉച്ചയായി. ഇന്നിപ്പോ ഇത്രയും സമയമായി, ഇതുവരെ അവൻ വന്നിട്ടില്ല സാറേ. സിയോടൊന്ന് പറഞ്ഞൊന്ന് അന്വേഷിക്കണേ സാറേ. ഞങ്ങള് എല്ലാവരോടും ഒന്ന് വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുക. ഒന്ന് അന്വേഷിക്കണേ സാറേ. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു സാർ.
സൂചിച്ചിട്ടുണ്ടല്ലോ. അവര് പറഞ്ഞത് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യും, എല്ലായിടത്തും ഒന്ന് പറയാന്നാ പറഞ്ഞത്. നമുക്ക് എല്ലാത്തിനും ഒരു സമാധാനമില്ല. എടി നീ ആ ജെസ്സി ഒന്ന് വിളിച്ചു നോക്ക്, ജെസ്സിയുടെ വീട്ടിൽ അങ്ങനെ ചെന്ന് വിളിച്ചു പോയി. എന്തോ ഒരു ബഹളമാണ്, ഞാൻ കേട്ടോണ്ടിരിക്കുവായിരുന്നു അപ്പുറത്ത്. എവിടെ പോയി തപ്പോ? എടുക്കുന്നില്ല. അറിയാണ്ട് വീട്ടിലൊക്കെ വിളിച്ച് നോക്കിയോ ജോസ്? ഞാൻ ഇപ്പോഴല്ലേ അറിയുന്നത്, ഞാൻ വിളിച്ചു തരാൻ ഒന്ന് ഉറങ്ങിപ്പോയി, എന്തോ ചെയ്യുമെന്ന് പറ. നമ്മുടെ കടയിലാണ്. എടി നീ ഒന്നും മിണ്ടാതിരി. എടി എപ്പോഴും ഞാൻ നിനക്ക് എന്തിനാ ഉമ്മ തരുന്നത്? ഈ ശരീരത്തിലുള്ളതല്ലേ എനിക്ക് തരാൻ പറ്റുള്ളൂ. അങ്ങോട്ട് എടുത്തു തരാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബേക്കറികൾ നടത്തുവാണോ? ഇനിയൊന്നും മിണ്ടാതിരി. ഞാൻ കടലക്കാരുടെ ഉപ്പൊന്ന് നോക്കിക്കോട്ടെ എന്ന്. എന്റെ പഞ്ചാരേ ഉപ്പ് നിന്നോടല്ല ഉപ്പിനോടാ. ആ യൂ സാർ ഇത് മിണ്ടാതിരി സാർ. ഒന്ന് പിന്നെ വിളിക്കാം. ബാബു, നീ പറഞ്ഞതുപോലെ നല്ലൊരു പയ്യനെ കിട്ടിയിട്ടുണ്ട്. ഓ ആയിക്കോട്ടെ. ഓക്കെ, ശരിയല്ലേ? ചെയ്തില്ലേ? ഓക്കെ, അതെല്ലാം പിന്നെ ഇന്ന് കളക്ഷനൊക്കെ എങ്ങനെയുണ്ട്? ക്യാഷൊക്കെ എങ്ങനെയുണ്ട്? കുറവാണല്ലോ. അതെന്താ അങ്ങനെ? അത് ചില സമയത്തിന്റെ ചൂടല്ലയോ, ആരും പഴയത് കേറുന്നില്ല. ആ വണ്ടി സാധനങ്ങൾ മാറ്റാൻ എനിക്കത് പുറത്തുള്ള ആവശ്യം. പിന്നെന്താ വിളിച്ചോ. ചായ ഉണ്ടോ കൊടുക്കാം? തരാം. ഇവിടെ പൊറോട്ട കറി തുറ. ഉപ്പ് വരും. എവിടെ തള്ളിക്കയറി കൊണ്ട് തോന്നുന്നു. ബില്ലൊക്കെ ഞാൻ പോക്കാണ് കേട്ടോ. എനിക്ക് ബില്ല് കൊടുക്കാൻ എനിക്കറിയാം. പഠിച്ചു കൊണ്ടുള്ള പണിയാ. ഇനിയിപ്പൊക്കെ ഞാൻ വാങ്ങിച്ചോളാം. സാർ ബില്ല് എനിക്കറിയുന്നില്ല. മോനാളി എവിടെ നിന്നാണ് കൊണ്ടുവന്നാ? തിരുവനന്തപുരത്തുനിന്നോ നെടുമങ്ങാടുന്നാണോ? ആർക്കറിയാം. അപ്പൊ ചേട്ടന് സംശയമാണെങ്കിൽ ജോസിനെ വിളിച്ചു ചോദിക്കും. ഇവിടുത്തെ ഒരു പയ്യനെ, അതായത് സ്റ്റാഫായിട്ടുള്ള ഒരു പയ്യനാണ്. അത് നമ്മുടെ സുഹൃത്തിന്റെ മോനെ. അവന് കാണാനൊന്നും കൊണ്ട് ആ പത്രം ഇപ്പൊ ഇവിടെ നിങ്ങൾ കാപ്പ് കുടിക്കാൻ നിന്നപ്പോഴ് പയ്യനെ കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി. ഞാൻ വൈകിട്ട് പറഞ്ഞപ്പോഴും അവിടെ പറഞ്ഞ ചേട്ടന് സംശയമായിരിക്കും. അവൻ ജോസിനെ വിളിച്ചു പോയപ്പോൾ സംഭവം അത് തന്നെ. അവനെ എനിക്ക് ഉച്ചയ്ക്ക് കിട്ടിയതാ. ജോലി ഞാൻ പറഞ്ഞൊക്കെ ഹോട്ടലിലെ പണി ചെയ്യാമെന്ന് ചോദിച്ചു. അവനെ നമ്മുടെ സുഹൃത്ത് ജോസ് എന്ന് പറഞ്ഞ ഒരു അനാഥാലയത്തിൽ നിന്ന് വളർത്തിയതാണ്. അവനെ നല്ല രീതിയിൽ തന്നെ വളർത്തിക്കൊണ്ടുപോയി. അപ്പം എന്തായാലും സംഭവിച്ചതെന്ന് ഒരു വീഴും. എന്നിട്ട് അവൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു കുഴപ്പമില്ലെന്ന് അവനെ വളർത്തിയത്. ഒരു കുഴപ്പമില്ലാതെ സ്വന്തം മോനെ പോലെ വളർത്തിക്കൊണ്ടുവന്നു. എന്താ എവിടെ എന്റെ മോൻ? സമാനപ്പെടും. എവിടെ എന്റെ മോൻ? എവിടെ എവിടെ എങ്ങനെയുള്ള വന്നത്? അവൻ ഉച്ചയ്ക്ക് എന്റെ അടുത്ത് വന്ന് ജോലി ചെയ്തു. തരാമെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നാക്കി. അപ്പൊ ഞാൻ അറിയുന്നില്ലല്ലോ ഇത് ഇങ്ങനെയാണെന്നുള്ളത്. ഞാൻ പോലീസ് സ്റ്റേഷനെല്ലാം വിളിച്ച് പറഞ്ഞിരിക്കുവാ. ഇവിടെ ഉണ്ടിപ്പോ ഒരു കുഴപ്പമില്ല. അവനൊരു ജോലി കഴിഞ്ഞു.
അടേ എന്റെ മോൻ എവിടെയാണ്? മോനെ പാത്രമേ കഴിയുക കിടന്നത് വെള്ള പൈപ്പിൽ നിന്ന് കുടിക്കണം. ഞാൻ തന്നെ എന്റെ വായിൽ ഒഴിച്ചു വെള്ളം കുടിച്ചിട്ട് പാത്രം ഇവിടെ അയ്യോ നിന്റെ മോനെ അശ്വിനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. നീ എന്താ കാണിച്ചെന്ന് മോനെ നീ എന്തൊരു പരിപാടിയാണ് നീ കാണിച്ചത്? അച്ഛനെ അമ്മ ഇത്ര ജീവിതം എന്തിനാ മക്കളെ ഇങ്ങനെ കാണിക്കുന്നേ? ഇതെന്തോ ഇതൊന്നും സത്യമല്ല. നിങ്ങളോട് ആരും പറയുന്നത് സത്യമാണെന്ന്. നിങ്ങളോട് നോക്കേ. എനിക്ക് കിട്ടിയതാ. ദൈവം കാണിച്ചത്. മോനെ ഇതൊക്കെ വെറും തെറ്റിദ്ധാരണയാ. മോനെ ഇതൊന്നും സത്യമല്ല. ഇത് കാണുന്നതൊന്നും സത്യമല്ല. നീ അത് വിശ്വസിക്കരുത്. എനിക്ക് ജന്മം തരാൻ മകനോ നീ എന്താ പറഞ്ഞേപ്പോ? ജന്മം തന്നതുകൊണ്ട് മാത്രം ആരും അച്ഛനും അമ്മയാവില്ല. നിന്നെ അവർ ഇത്രയും കാലം പൊന്നെ പോലെ നോക്കിയില്ലേ? സ്വന്തം മകനെ പോലെയല്ലേ നിന്നെ വളർത്തിയത്? എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവരുടെ കൂടെ സ്നേഹത്തോടെ പോയി താമസിക്കാൻ നോക്ക്. എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അനാഥയാണ്. ഇനി എനിക്ക് അതൊക്കെ നിന്റെ തെറ്റിദ്ധാരണയാണ്. അത് പേപ്പറൊന്നും അതിന്റെ ഒന്നും അല്ല. നീ അവരുടെ മകൻ തന്നെയാണ്. അവർ അതിനേക്കാൾ നിന്നെ നല്ലതുപോലെ നോക്കുന്നില്ല. നീ സ്വന്തം മക്കളെ നോക്കുന്നതല്ലേ നോക്കുന്നത്. പിന്നെന്താ ഇവരുടെ കൂടെ സന്തോഷമായിട്ട് പോകാൻ നോക്ക്. വാ മോനെ നമുക്ക് പോവാം. ശരിയല്ലേ? ഞങ്ങളുടെ മക്കളെ പോലല്ലാതാണ് നിന്നെ ഞാൻ കണ്ടത്. സ്വന്തം മാനായിട്ടല്ലേ കണ്ടത്. അത് മാത്രമല്ല, പോടാ. നിനക്ക് ആഹാരത്തിന്റെ വില ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായോ? അതാണ് വേണ്ടത്. നീ അവരുടെ കൂടെ സന്തോഷമായിട്ട് പോകും. അവർ തരുന്ന ആഹാരം എന്ത് കിട്ടിയാലും അത് കഴിച്ച് ജീവിക്കാൻ നോക്കും. നിനക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ വേണമെന്ന് ക്ഷണിക്കരുത്. അത് മോശമാണ്. അവരുടെ കൂടെ പോടാ മോനെ മോശമാണ്. അവിടെ നീ പച്ചവെള്ളം വെള്ളം കൂടെ ഞാനിപ്പോ വീഡിയോ ഇട്ടിറങ്ങി ദൈവം തന്നെ ഒരു അവസരമാണ്. ആഹാരത്തിന്റെ വില എനിക്ക് മനസ്സിലായി. എൻ്റെ അമ്മ എനിക്ക് മുക്ക് വിലയിലേക്ക് നോക്കണേ എല്ലാം ഉണ്ടായിട്ട് ഞാൻ അതെല്ലാം വലിച്ചെറിയുന്നു. ഇവിടെ വന്നപ്പം എനിക്ക് നല്ല ആഹാരത്തിന്റെ വില മനസ്സിലായി. ഇനി ഉള്ള തലമുറയോട് ഞാൻ പറയാം, ആഹാരത്തിന്റെ വില. വെള്ളമില്ലെങ്കിലും നമുക്ക് വസ്ത്രങ്ങളില്ലെങ്കിലും നമുക്ക് ജീവിക്കാം. ആഹാരം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഘടകമാണ്. ആഹാരത്തെ നമ്മൾ ഇനി ഒരു കാരണവശാലും കുറച്ച് കാണും. സന്തോഷമാണ്. അവരെല്ലാം മനസ്സിലായല്ലോ ഇപ്പൊ. അത് മതി. നമുക്ക് വീട്ടിൽ പോകാൻ ഇതൊക്കെ നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. സന്തോഷത്തോടെ പോയിട്ട് വാ. Vamos lá.